നമസ്കാരം. ജയ് മോഹൻജി. ഗുരുപാദയുടെ എക്സ്പീരിയൻസ് ഷെയറിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻജി പറയാറുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് കുലദേവതയ്ക്കും നാഗദേവതയ്ക്കും ഇഷ്ടദേവതയ്ക്കും പിതൃക്കൾക്കും ഗുരുപരമ്പരയ്ക്കും സമർപ്പിക്കണം, എന്നാൽ അനുഗ്രഹം ഒഴുകും എന്ന്. ഒന്നുകിൽ നമുക്ക് മനസ്സുകൊണ്ട് സമർപ്പിക്കാം, അല്ലെങ്കിൽ പൂജാമുറിയിൽ നേരിട്ട് സമർപ്പിക്കാം. ഞാൻ ഒരു ദിവസം അങ്ങനെ ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, 10 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് അനുഗ്രഹം ലഭിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കി. ഒരു മന്ത്രത്തിൻ്റെ രൂപത്തിലാണ് എനിക്ക് അനുഗ്രഹം ലഭിച്ചത്. വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സോഴ്സിൽ നിന്നും എനിക്ക് ഒരു മന്ത്രം കിട്ടി. ഒരു സ്വാമി ഗായത്രി മന്ത്രം ജപിക്കുകയാണ്. അത് 21 പ്രാവശ്യം ജപിക്കുന്നത് കേട്ടാൽ 24,000 പ്രാവശ്യം ജപിച്ചതിൻ്റെ ഗുണമാണ് നമുക്ക് കിട്ടുക. ആദ്യ ദിവസം കേട്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ തലയൊക്കെ പൊട്ടുന്നത് പോലെ തോന്നി. അത്രയ്ക്കും എനർജി ആയിരുന്നു ആ മന്ത്രത്തിന്. ആ തലവേദന, ആ അനുഭവം, തല പൊട്ടുന്നത് പോലുള്ള തോന്നൽ ഒരു 2-3 ദിവസം നീണ്ടു നിന്നു. പിന്നെ ആ മന്ത്രവുമായിട്ട് പൊരുത്തപ്പെട്ടു. അങ്ങനെ ഒരു 6 മാസം ഞാനത് ജപിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇത് ജപിക്കുന്നത് കേട്ടു. ഇത് കേട്ടപ്പോൾ ഞാനൊരു മഞ്ഞ പ്രകാശത്തിലേക്ക് പ്രവേശിച്ചതായിട്ട് ഒരു ഫീൽ എനിക്ക് കിട്ടി. 1.5 വർഷം കൂടി കഴിഞ്ഞപ്പോൾ ആ മഞ്ഞ പ്രകാശത്തിൻ്റെ സോഴ്സിനെ ഞാൻ കണ്ടു. ശരിക്കും അനുഗ്രഹം ഒഴുകിയത് തന്നെ ഞാൻ അറിഞ്ഞു. മഹാവതാർ ബാബാജിയെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് ശ്രീ എമ്മിൻ്റെ ആത്മകഥയിലൂടെയാണ്. പിന്നീട് ഒരു യോഗിയുടെ ആത്മകഥയിലും വായിക്കാൻ ഇടയായി. ശ്രീ എമ്മിൻ്റെ ഇൻ്റർവ്യൂവിൽ ബാബാജിയുടെ ഫോട്ടോയെപ്പറ്റി പറയുന്നുണ്ട്. അതിൽ പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ കേട്ടപ്പോൾ ഞാനും ഒരു ഫോട്ടോ വാങ്ങി വെച്ചു. അതിനുശേഷമാണ് മോഹൻജിയുടെ വീഡിയോസ് കാണാനിടയാകുന്നതും മോഹൻജിയെ പോയി കാണുന്നതുമെല്ലാം. ഒരു ദിവസം രാവിലെ പവർ ഓഫ് പ്യൂരിറ്റി മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു തടസ്സം. മോഹൻജി വെബ്സൈറ്റിൽ നിന്ന് എനിക്ക് ആ മെഡിറ്റേഷൻ കിട്ടുന്നില്ല. പിന്നെ ഞാൻ മോഹൻജി ആപ്പിൽ നോക്കി. അതിൽ ഉള്ളത് വെച്ച് ചെയ്യാമെന്ന് കരുതി. അത് ബ്ലൂടൂത്തുമായിട്ട് കണക്റ്റ് ആവുന്നില്ല, സൗണ്ട് വളരെ കുറവ്, അങ്ങനെ അതും പറ്റുന്നില്ല. അപ്പോഴേക്കും ഹസ്ബൻഡ് കാല് വേദന, എനിക്ക് മരുന്ന് വരട്ടിത്ത എന്നൊക്കെ പറഞ്ഞ് വന്നു. ആകെ തടസ്സം. എനിക്കാണെങ്കിൽ ആകെ വിഷമമായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു, എന്നാൽ ഇത്രയും നാൾ ചെയ്തതല്ലേ, ആ ഓർമ്മയിൽ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഓർമ്മയിൽ ചെയ്യാനായിട്ട് ഞാൻ കണ്ണുകൾ അടച്ചിരുന്നു. ഉടൻ തന്നെ ഞാൻ കണ്ടത് ബാബാജിയുടെ ആ രൂപമാണ് കണ്ടത്. ഒരു വിഷനായിട്ടാണ് അന്നേരം കണ്ടത്. എനിക്കൊന്നും മനസ്സിലായില്ല, എന്താ ഉദ്ദേശിക്കുന്നതെന്നൊന്നും മനസ്സിലായില്ല. ഏതായാലും ബാബാജിയെ കണ്ടതല്ലേ, സന്തോഷമായി. ഞാൻ എന്നെക്കൊണ്ടാകുന്ന വിധം ആ മെഡിറ്റേഷൻ തനിയെ ചെയ്ത് പൂർത്തിയാക്കി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. എനിക്ക് ക്രിയയുടെ ട്രെയിനിങ് കിട്ടി. അടുത്ത ഒരാഴ്ച ആയപ്പോഴേക്കും എനിക്ക് ക്രിയയുടെ ട്രെയിനിങ് പൂർത്തിയാക്കാൻ പറ്റി. അതിൻ്റെ ഒരു സൂചന എന്ന വണ്ണമായിരിക്കാം ബാബാജി ആ ഒരു വിഷൻ എനിക്ക് തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദിവസം യൂട്യൂബിൽ ബാബാജിയുടെ ഒരു ശിഷ്യൻ്റെ ഇൻ്റർവ്യൂ കണ്ടു. അതിൽ അദ്ദേഹത്തിന് ബാബാജിയുടെ ദർശനം കിട്ടിയതും ബാബാജിയുടെ സ്നേഹത്തെപ്പറ്റിയും 1000 അമ്മമാരുടെ സ്നേഹമാണ് ബാബാജിക്ക് എന്നൊക്കെ കേട്ടു. ഇപ്പോൾ ക്രിയ ചെയ്യുന്ന മിക്കവാറും എല്ലാവരും മുൻ ജന്മങ്ങളിലൊക്കെ ബാബാജിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളവർ തന്നെ ആയിരിക്കും. അടുത്ത ദിവസം രാവിലെ ക്രിയ കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ മാറ്റിലിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ വീഡിയോയിൽ കണ്ടതും ബാബാജിയെക്കുറിച്ചും ഒക്കെ ഓർത്തു ഞാൻ. അപ്പോൾ ഞാൻ വല്ലാതെ ഇമോഷണലായി. ബാബാജിയുടെ സ്നേഹത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ ബാബാജിയെ കാണണമെന്ന് ഹൃദയം കൊണ്ട് വല്ലാതെ ആഗ്രഹിച്ചു. പക്ഷേ നമുക്ക് ബാബാജിയെ കാണാനുള്ള കഴിവൊന്നും ഇല്ലല്ലോ. പക്ഷെ അന്നേരം ഒരു അത്ഭുതം നടന്നത്, അവിടെ ആകെ ഒരു റോസിൻ്റെ സുഗന്ധം, അല്ലെങ്കിൽ ഒരു ഗാർഡനിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പല പുഷ്പങ്ങളുടെ ആ ഒരു സുഗന്ധം അവിടെ മുഴുവൻ പരന്നു. ഉടൻ തന്നെ ഞാൻ കാണുന്ന വിഷൻ എന്ന് പറയുന്നത്, തൊട്ട് മതിലിന് പുറത്തായിട്ട്
ഒരു റോസാ ചെടി വളർത്തിയിട്ടുണ്ടാവും. അതിൽ റോസാപ്പൂക്കളൊക്കെ ഉണ്ട്. ആ ഒരു റോസാപ്പൂവും ചെടികളൊക്കെയാണ് എനിക്ക് വിഷനായിട്ട് അന്നേരം കിട്ടിയത്. അത് ബാബാജിയുടെ പ്രസൻസ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നീട് ഒരു ദിവസം കൂടി എനിക്ക് ബാബാജിയുടെ വിഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ ബാബാജി നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെയല്ല, കണ്ണുകൾ ആജ്ഞാചക്രത്തിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന അങ്ങനെ ഒരു വിഷനാണ് എനിക്ക് കിട്ടിയത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് മോഹൻജി.